അപ്പൊ നമ്മുടെ ഇതാ ബയോളജി പരീക്ഷയാണ്ട് ആണ് നമ്മുടെ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓണപരീക്ഷ അടുത്തു, 2 ദിവസം 1 ദിവസം എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ടെൻഷൻ മാറ്റാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടണിയിൽ വരുന്നത് 2 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ഈ 2 ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള നമ്മൾ ഈ 2 ചാപ്റ്ററിലും പഠിക്കുന്ന ഓൾ ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് ഒറ്റ നോട്ടത്തിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് അങ്ങ് പഠിച്ചാലോ? യെസ്, റെഡി ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാവുന്നത് ഈ ഒരു ഡയഗ്രാം ആണ്. നോക്കിക്കോളാം. ആദ്യത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറിന്റെ ഡയഗ്രാം ആണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം ഫ്ലവറിന്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ് എങ്കിൽ, ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ് എങ്കിൽ അതിലെന്താണ്? 2 ഭാഗങ്ങൾ ഉണ്ടാകും, മെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ട്. ആൻഡ് മെയിൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആൻട്രീഷ്യം ആണ്. അതിന്റെ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. ആൻഡ് ആ സ്റ്റേമന്റെ 2 ഭാഗങ്ങളുണ്ട്, ആന്തറും അതുപോലെ തന്നെ ഈ ലോങ് പാർട്ടായിട്ടുള്ള ഫിലമെന്റ് എന്ന് നമ്മൾ പറയും. ആൻഡ് നിങ്ങൾക്ക് ഫീമെയിൽ പാർട്ടായിട്ടുള്ള ഗൈനീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ പറയുന്നത് പിസ്റ്റിൽ എന്നാണ്. പിസ്റ്റിലിന് 3 ഭാഗങ്ങളാണുള്ളത്. ഈ ഒരു സ്റ്റേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്റ്റിഗ്മയാണ്. ആൻഡ് ദ ലോങ് പാർട്ടിനെ നമ്മൾ പറയുന്നത് സ്റ്റൈൽ എന്നാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗം ഓവറിയാണ്. സോ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിയാണ് ഒരു LS ഓഫ് ഫ്ലവർ എന്ന് ഓർത്തു വെക്കാം. അടുത്തത് 3 ഡയമെൻഷണൽ കട്ട് സെക്ഷൻ ഓഫ് ആൻ ആന്തർ എന്ന് നമ്മൾ പറയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ കഴിയും ഈ ആന്തർ ആൻഡ് ഫിലമെന്റ് ആണ്. ആന്തറിന് നമ്മളൊരു ക്രൂസ് സെക്ഷൻ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതുപോലൊരു സ്ട്രക്ചർ ആണ് ആന്തർ ഉണ്ടാവുന്നത്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ മെച്യൂർഡ് ആയതിനു ശേഷം ഈ ആന്തർ വോളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ ലൈൻ ഓഫ് ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ ആന്തർ പൊട്ടും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്നും പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് വരുന്നതാണ് നമുക്ക് കാണുന്നത്. ഇത് എപ്പോഴാണ്? ഡ്യൂറിങ് ദി ഡെഹിസൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ തിയറിറ്റിക്കൽ ആയിട്ടും പ്രാക്ടിക്കൽ ആയിട്ടും 2 എക്സാമിനും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണിത്. ഒന്ന് നമുക്ക് കാണാം ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് യങ് ആന്തർ എന്ന് പറയുന്നത് കണക്റ്റീവ് ആൻഡ് ഔട്ടർ ലെയർ എപ്പിഡെർമസ്, ഇത് എൻഡോത്തീഷ്യം, ഇവിടെ മിഡിൽ ലെയേഴ്സ് കാണാം, ഇവിടെ ടെപ്പീറ്റം ലെയർ കാണാം, ഉള്ളിലായിട്ട് നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻലാർജ്ഡ് വ്യൂ ഓഫ് 1 മൈക്രോസ്പൊറാഞ്ചിയം ഷോയിങ് വോൾ ലെയേഴ്സ് ആണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയും. അതിന് തൊട്ട് താഴെയുള്ള ലെയറിനെ നമ്മൾ എൻഡോത്തീഷ്യം എന്ന് പറയും. തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ ലെയേഴ്സിനെ മിഡിൽ ലെയേഴ്സ് എന്ന് പറയും. പിന്നെയോ ഉള്ളിലാണ് മൈക്രോസ്പോർ മദർ സെൽ ഉള്ളത്, അതായത് സ്പോറോജീനസ് ടിഷ്യൂലുള്ള സെല്ലുകൾ. ആൻഡ് ഇവർക്ക് ചുറ്റുമായിട്ടുള്ള ന്യൂട്രിറ്റീവ് ലെയർ, ന്യൂട്രീഷൻ കൊടുക്കുന്ന ലെയറിനെ ടെപ്പീറ്റം എന്ന് പറയും. ആൻഡ് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് 3 വാൾ ലെയേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. പിന്നെ ഇതും എന്താണ്? ഡിഹൈസ്ഡ് ആന്തർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഹിസൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ കണ്ടതെങ്കിൽ ഇവിടെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും. ഈ വോള് ബ്രേക്ക് ചെയ്ത് ഡെഹിസൻസ് ചെയ്യുമ്പോൾ പോളൻ ഗ്രെയിൻസ് എല്ലാം പുറത്തോട്ട് തന്നെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് എക്സ്പെൽ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് പിന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കി കഴിയുമ്പോൾ ഡിഫറെന്റ് പാറ്റേണിലുള്ള ഡിഫറെന്റ് സ്ട്രക്ചറിലുള്ള പോളൻ ഗ്രെയിൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് എൻലാർജ്ഡ് വ്യൂ ഓഫ് പോളൻ ടെട്രാഡ് ആണ്. ഈ കാണുന്നത് എന്താണ്? പോളൻ ടെട്രാഡ് എന്ന് പറയും. അപ്പൊ ഐഡന്റിഫൈ ദ ഫിഗർ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എന്ത് പറയണം? ദിസ് ഈസ് ദ പോളൻ ടെട്രാഡ്. എൻലാർജ്ഡ് വ്യൂ ഓഫ് പോളൻ ടെട്രാഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് മൈക്രോസ്പോറോജനസിസ് കഴിയുമ്പോൾ നമ്മുടെ മൈക്രോസ്പോർ മദർ സെൽ മിയോസിസ് നടത്തി മൈക്രോസ്പോർസ് 4 എണ്ണം ഒന്നിച്ചാണ് ഉണ്ടാവുന്നത്. ആ 4 എണ്ണം മറ്റേ ടൈമിൽ കാണുന്ന വ്യൂ ആണ് എന്ത്? പോളൻ ടെട്രാഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഔട്ടർ വോളിനെ നമ്മൾ എക്സൈൻ എന്ന് പറയും, ഇന്നർ വോളിനെ നമ്മൾ എന്ത് പറയും? ഇൻടൈൻ എന്ന് പറയും. ആൻഡ് അത് പിന്നെ ഡെവലപ്മെന്റ് നടക്കുന്നതാണ്. വാക്യൂൾസ് ഡെവലപ്പ് ചെയ്യും, ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് പിന്നെ ഇവിടെ ഒരു അസിമെട്രിക് സ്പിൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 സെൽഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് കാണാം. 2 സെൽഡ് സ്റ്റേജ് ഓഫ് പോളൻ ഗ്രെയിൻ. ആ 2 സെൽഡ് സ്റ്റേജിലെ ഒന്നാമത്തെ സെല്ലാണ് വെജിറ്റേറ്റീവ് സെൽ, ലാർജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് എന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലാണ്, സ്മോൾ ആയിട്ടുള്ള സ്പിൻഡിൽ ഷേപ്പിൽ കാണാവുന്നതാണ്. അപ്പൊ ഇതാണ് വെജിറ്റേറ്റീവ് സെൽ, ജനറേറ്റീവ് സെൽ, 2 സെൽഡ് സ്റ്റേജ് ഓഫ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോസ്പോർസ് മെച്യൂർ ചെയ്തൊരു പോളൻ ഗ്രെയിൻ ആവുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, പോളൻ ടെട്രാഡില് ഇത് മൈക്രോസ്പോർ ആയിരുന്നു,
ഈ മൈക്രോസ്പോർ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് ഒരു പോളൻ ഗ്രീൻ ആയിട്ട് മാറുന്ന മെച്ചുവറിങ് സ്റ്റേജസ് ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം പോളൻ പ്രോഡക്ട്സുകൾ ഉണ്ട്. പോളൻ ടാബ്ലറ്റ് ഒക്കെ കൂടുതൽ ന്യൂട്രീഷൻസിന് വേണ്ടി എടുക്കാറുണ്ട്. അത്ലറ്റ്സുകളും അതുപോലെ ഹോഴ്സ് റൈഡേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോളൻ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ബി പോളൻ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ്സുകളായിട്ട് കേട്ടോ. അതിന്റെ ഡയഗ്രമാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ചിലപ്പം ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ആർ ദി പോളൻ പ്രോഡക്ട്സുകൾ അവൈലബിൾ ഇൻ ദ കമേഴ്ഷ്യൽ ലെവൽ, അല്ലെങ്കിൽ ഇന്ന് ചോദിക്കാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് ഇതുകൊണ്ടുള്ള കാരണം എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിനുള്ളത് ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. അടുത്ത ഡയഗ്രം നമുക്ക് നോക്കാം. ഇവിടെ കാണുന്നത് എ ഡൈസെക്റ്റഡ് ഫ്ലവർ ഓഫ് ഹിബിസ്കസ് ഷോയിങ് പിസ്റ്റിൽ ആണ്. ഇവിടെ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി തലാമസ് കാണാം. ഇവിടെ ഉള്ളത് മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് പിസ്റ്റിൽ ഓഫ് പെപ്പീവർ ആണ്. പൊതുവേ ഇങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഓരോ തവണ കൂടുന്നോറും കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ഡയഗ്രം വന്നിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നമ്മൾ +1 മോർഫോളജി പഠിച്ചത് കൊണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളാം, ഇവിടെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓവറിയാണ് സിൻകാർപ്പസ് ആൻഡ് ഇവിടെയാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് പെപ്പീവർ ആണ്. ഇവിടെ കണ്ടോ മൾട്ടി കാർപ്പലറി ആയിട്ട് അപ്പോകാർപ്പസ് ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാർപ്പൽസ് എല്ലാം ഫ്രീ ആയിട്ട്. ഇത് ഗൈനീഷ് ഓഫ് മൈക്കീലിയ. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഡയഗ്രാം ആണ്. നമ്മുടെ ഏതാണ്, അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറയും. അനാട്രോപ്പസ് ഒവ്യൂളിന്റെ ഡയഗ്രാം ലേബൽ ചെയ്യാനും ചോദിക്കാറുള്ളതാണ്, നോക്കി വരയ്ക്കാനും ചോദിക്കും, റീഡ്രോ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ നോക്കി വെച്ചോളാം. ആദ്യത്തെ ഭാഗം ഇതാണ് പോയിന്റ് ഹൈലം എന്ന് പറയുന്നത്. ഈ സ്റ്റോക്കിനെ നമ്മൾ പറയുന്നത് ഫ്യൂണിക്കിൾ എന്നാണ്. ഈ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നത് മൈക്രോപൈലാണ്. മൈക്രോപൈലുള്ള പോളിനെ നമ്മൾ മൈക്രോപൈലാർ പോൾ എന്ന് പറയും. പിന്നെ ഇവിടെ ഇതാ ഔട്ടർ ഇന്റഗ്യുമെന്റ്, ഇന്നർ ഇന്റഗ്യുമെന്റ്. പിന്നെ ഈ ഭാഗം ന്യൂസെല്ലസ് ആണ്. ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് എംബ്രിയോസാക്ക് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് ടു മൈക്രോപൈൽ നമുക്ക് എന്ത് കാണാം, ചലാസൽ പോള് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നോക്കണേ, ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താ, നമ്മുടെ മെഗാസ്പോറിൽ നിന്നും മെഗാസ്പോറോജനസിസ് നടക്കുന്ന ഇവിടെ ന്യൂസെല്ലസ് കാണാം. ഈ ന്യൂസെല്ലസിലെ ഏതെങ്കിലും ഒരു സെൽ എന്താകുന്നു, നമ്മൾ പറയുന്ന പോലെ തന്നെ മെഗാസ്പോറോജനസിസ് നടക്കും. അങ്ങനെ മെഗാസ്പോറോജനസിസ് നടന്നിട്ട് എന്തുണ്ടാകും, ഒരു മെഗാസ്പോർ ഉണ്ടാകും. അതായത് മെഗാസ്പോർ മദർ സെൽ ഡെവലപ്പ് ചെയ്യും ന്യൂസെല്ലസിലെ ഒരു സെല്ലിൽ നിന്നും. ആ മെഗാസ്പോർ മദർ സെല്ലിൽ എന്താകുന്നു, വീണ്ടും മിയോസിസ് നടന്ന് ഡയാഡ് ടെട്രാഡ് ആകുന്നു. മെഗാസ്പോർ ടെട്രാഡ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മെഗാസ്പോർ ടെട്രാഡ് 4 എണ്ണം ഉണ്ടാവും, പക്ഷെ 3 എണ്ണവും ഡീജനറേറ്റ് ചെയ്ത് ഒരു ഫങ്ഷണൽ മെഗാസ്പോർസ് ആണ് ഉണ്ടാവുക. പാർട്സ് ഓഫ് ഒവ്യൂൾ ഷോയിങ് ലാർജ് മെഗാസ്പോർ മദർ സെൽ, ഡയാഡ് ആൻഡ് ടെട്രാഡ് ഓഫ് മെഗാസ്പോർ. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുക, ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവും. അതിനെയാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ന്യൂക്ലിയർ ഡിവിഷൻ, 3 തവണ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആണ്, സെൽ വോൾ ഫോർമേഷൻ ഇല്ല. ഫൈനലി 8 ന്യൂക്ലിയസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സെൽ വോൾ ഫോർമേഷൻ നടന്നിട്ട് ആന്റിപോഡൽസും പോളാർ ന്യൂക്ലിയും സിനാജിറ്റ്സും എക്സലൊക്കെ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ഇതെന്താണ്, ഫൈനലി 2, 4, 8 ന്യൂക്ലിയർ സ്റ്റേജ് ഓഫ് എംബ്രിയോസാക് ആൻഡ് മെച്ചുവർ എംബ്രിയോസാക് ആണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ടിപ്പിക്കൽ എംബ്രിയോസാക്കിന്റെ ഈ ഡയഗ്രാം കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മെച്ചുവർ എംബ്രിയോസാക്, ചലാസൽ എൻഡ് ആന്റിപോഡൽസ്, ഇത് പോളാർ ന്യൂക്ലിയാണ്. ഇവിടെയാണ് സെൻട്രൽ സെല്ല് വരുന്നത് കേട്ടോ. ഈ പോയിന്റ് ആണ് സെൻട്രൽ സെൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എഗ് ആണ്. ഇത് രണ്ടും സിനാജിറ്റ്സ് ആണ്. അവിടെയുള്ള ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് ഫിലിഫും അപ്പാരറ്റസ് എന്ന് പറയും. ആൻഡ് എഗ് ഉള്ള ഭാഗത്തിന് മൈക്രോപൈലാർ എന്നും ആന്റിപോഡൽസ് ഉള്ള ഭാഗത്തിന് ചലാസൽ എൻറ്റും എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് പോളിനേഷനിൽ പഠിക്കുന്ന സെൽഫ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, ക്രോസ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നതാണ് ഒക്സാലിസ്, വയലോ ഒക്കെ പോലത്തെ പ്ലാന്റ്സിൽ 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കാണാം. കാസ്മോഗമസ് ഫ്ലവേഴ്സ്. കാസ്മോഗമസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. ക്ലീസ്റ്റോഗമസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഇൻസെക്ട് പോളിനേഷൻ, യൂക്ക അതുപോലെ തന്നെ മോത്തിന്റെ ഒരു മ്യൂച്വലിസം പഠിക്കുന്നുണ്ട്. ഇൻസെക്ട് പോളിനേഷനിൽ അതിന്റെ ഒരു എക്സാമ്പിളും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. പിന്നെ വിൻഡ് പോളിനേഷൻ ആകുമ്പോൾ എന്താണ്, കോമ്പാക്ട് ഇൻഫ്ലോറസൻസ് ആൻഡ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെന്റ്സ് ഒക്കെ അവരുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പം എല്ലാ പോളിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻസെക്ട് ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, അവരുടെ ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ, ഇവിടെ കണ്ട പോളിനേഷൻ ബൈ വാട്ടർ ഇൻ വാലിസിനേറിയ. വാലിസിനേറിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫീമെയിൽ ഫ്ലവർ ഇതുപോലെ ലോങ് റിബൺ ആയിട്ടുള്ളത് അല്ലെ, ഈ പറയുന്ന സ്റ്റോക്ക് പോലെ വന്നിട്ട് സർഫസ് വാട്ടറിലേക്ക് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറയുന്ന മെയിൽ ഫ്ലവർ എന്ത് ചെയ്യും, വാട്ടർ കറൻസിലൂടെ ചെന്നിട്ട് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നത് കാണാം. അതാണ് വാലിസിനേറിയയിൽ കാണുന്നത്. പിന്നെ ഫൈനലി നമ്മൾ കാണുന്നത് എന്താണ്, പിസ്റ്റിൽ ഷോയിങ് പാത്ത് ഓഫ് പോളൻ ട്യൂബ് ആണ്. അതായത് പിസ്റ്റിലും പോളനും കൂടെ തമ്മിൽ, അതായത് പോളൻ ഗ്രെയിനും സ്റ്റിഗ്മയിൽ വന്ന് വീഴുമ്പോൾ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് നമ്മൾ പറയും. പോളൻ പിസ്റ്റിൽ
ഇന്ററാക്ഷൻ. ആ ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ഈ പോളൻ ട്യൂബ് ഗ്രോ ചെയ്യും, സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ, എന്നിട്ട് അത് ഈ മൈക്രോപൈൽ റീജിയനിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ 2 മെയിൽ ഗമേറ്റ് വരുന്നതും ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും. ഓക്കെ, ഇങ്ങനെയാണ് പോളൻ ട്യൂബ് ഗ്രോത്ത് നടക്കുന്നത്. ആൻഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഓർത്തോളൂ, ഒരു മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും, എക്സെല്ലിലേക്ക് വന്നിട്ട് ഫ്യൂസ് ചെയ്യും, അടുത്ത മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും, പോളാർ ന്യൂക്ലിയയിൽ വന്ന് ഫ്യൂസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ഓഫ് മെയിൽ ഗമേറ്റ് ഇൻ ടു ദ സിനാർജിഡ്സ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ സ്പെർം, one into the egg and other into the central cell. ഈ പറയുന്ന ഒരു എൻലാർജ്ഡ് വ്യൂ ഓഫ് എഗ് അപ്പാരറ്റസ് ആണ്. പോളൻ ട്യൂബ് സിനർജിഡ്സിലേക്കാണ് എൻ്റർ ചെയ്യുക. സിനർജിഡ്സിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഫ്യൂഷനിലേക്ക് പോകുന്നത്. പിന്നെ ഫൈനലി ദ ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക് ഷോയിങ് സൈഗോട്ട് ആൻഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. ഇവിടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പെർം സെല്ലായിട്ട് മാറും. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഡീജനറേറ്റിംഗ് ആയിട്ടുള്ള ആന്റിപോഡൽ സെൽസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, എംബ്രിയോ ഡെവലപ്മെന്റ് ഇൻ ഡൈക്കോട്ട്. അതെന്തായാലും ചോദിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, പ്രോ എംബ്രിയോ എന്ന് നമ്മൾ പറയും. പ്രോ എംബ്രിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ദെൻ മെച്യൂർ എംബ്രിയോ. ഈ ഒരു എംബ്രിയോ ജനസിന്റെ സ്റ്റേജ് ഒന്ന് പഠിച്ചു വെക്കണേ. പിന്നെ ഇവിടെ ഡൈക്കോട്ട് എംബ്രിയോ, ഇതും ഡേബിൾ ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഈ ഒരു ഭാഗം പ്ലിമ്യൂലാണ്. 2 കോട്ടിലഡൻസ് ഉണ്ട് ഡൈക്കോട്ട് എംബ്രിയോയില്. ആൻഡ് ദിസ് ഈസ് ഹൈപ്പോകോട്ടൽ. ഇവിടെ റാഡിക്കലിന് ചുറ്റുമായിട്ട് റൂട്ട് ക്യാപ്പ് കാണാം. മോണോകോട്ട് എംബ്രിയോയിലേക്ക് വരുമ്പോഴോ ഇവിടെ കോളിയോപ്റ്റൈൽ ആൻഡ് ഇവിടെ ഷൂട്ട് അപ്പെക്സ് വരും. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എപ്പിബ്ലാസ്റ്റ് എന്നാ പറയാ. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്, അതായത് റൂട്ട് എന്ന് പറയുമ്പോൾ താഴത്തെ ഭാഗത്താണല്ലോ വരിക. അപ്പൊ ഈ താഴത്തെ ഭാഗം റൂട്ട് റാഡിക്കൽ ആണ്. റാഡിക്കൽ നിന്നാണ് റൂട്ട് ഉണ്ടാവുന്നത്. അതിന് ചുറ്റുമായിട്ട് റൂട്ട് ക്യാപ്പും ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്, കോളിയോറൈസയും ഉണ്ട്. അപ്പം പ്ലിമ്യൂളിന്റെ റീജിയനിൽ കാണുന്ന ഒരു എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് കോളിയോപ്റ്റൈൽ. റൂട്ട് റീജിയൻ അല്ലെങ്കിൽ റാഡിക്കലിന്റെ റീജിയനിലാണ് കോളിയോറൈസ കാണുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ലേബൽ ചെയ്യാനായിട്ട് പഠിക്കണം. മോണോകോട്ട് എംബ്രിയോ ആൻഡ് ഡൈക്കോട്ട് എംബ്രിയോ ആണ്. ഇനി സ്ട്രക്ചർ ഓഫ് സീഡ്സുകളാണ്. അതായത് ഡൈക്കോട്ടിൽ നമുക്കറിയാം 2 കോട്ടിലഡൻസ് ഉണ്ടാകും. പിന്നെ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, റൂട്ട്, ഹൈപ്പോകോട്ടൽ, റൂട്ട് ആക്സിസ്, എൻഡോസ്പെർം ആണ് ഈ ഉള്ളിലുള്ളത്. സീഡ് കോട്ടാണ് ഈ പുറമെ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ട്രക്ചർ ഓഫ് സീഡ്സുകൾ പറയുന്നതാണ്. ഇവിടെ ആണെങ്കിലും സീഡ് കോട്ട്, ഇവിടെ കോട്ടിലഡൻ, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, ഹൈപ്പോകോട്ടൽ, റൂട്ട് അപ്പിക്സ്, എൻഡോസ്പെർം ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, ഔട്ടർ ലെയറിനെ പെരികാർപ്പ് എന്ന് നമ്മൾ പറയും. ഇത് എൻഡോസ്പെർം ആണ്. ഇത് നമ്മുടെ സ്ക്യൂട്ടെല്ലം ആണ്. ഈ ഒരു റീജിയൻ കോളിയോപ്റ്റൈലാണ്, പ്ലിമ്യൂളാണിത്. ആൻഡ് ഇവിടെ നമുക്ക് റാഡിക്കൽ കാണാം, ഇവിടെ കോളിയോറൈസ കാണാം. അപ്പൊ മോണോകോട്ട് സീഡ് സ്ഥിരമായിട്ട് ഡയഗ്രം ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ദെൻ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെയും കൂടെ നമ്മൾ പറഞ്ഞില്ല. മോണോകോട്ട് സീഡ് കഴിഞ്ഞാൽ നമ്മുടെ ഫാൾസ് ഫ്രൂട്ട് ചോദിക്കാറുണ്ട്, ആപ്പിൾ, സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. തലാമസ് റീജിയൻ ആണ് ഈ കാണുന്നത്. പിന്നെ സീഡും എൻഡോകാർപ്പ് ആൻഡ് മീസോകാർപ്പ്. ഇത്രയും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നോക്കുക. ആൻഡ് മിസ് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് ചോദിക്കാറുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും എന്താണ് വരാൻ സാധ്യതയില്ല, ഒഴിച്ചു വിടും. പക്ഷെ ഇതായിരിക്കും 2 മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഡയഗ്രാം എന്റെ മക്കളെ മിസ്സാക്കാൻ പാടില്ല കേട്ടോ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് നമുക്ക് കുറച്ച് ഡയഗ്രാംസേ ഉള്ളൂ, ഇത്രയൊന്നുമില്ല. പക്ഷെ നോക്കിയിട്ട് പോകേണ്ട ഒന്നെന്ന് പറയുന്നത് എന്താണ്, റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ആക്ഷൻ ആണ്. അതിൽ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം. ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് പറയാം. എൻസൈം കട്ട് ബോത്ത് DNA സ്റ്റാൻഡ് അറ്റ് ദ സെയിം സൈറ്റ്. കറക്റ്റ്, എവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. കണ്ടോ, ഈ GAന്റെ ഇടയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. എവിടെയാണ്, GEന്റെയും Aന്റെയും ഇടയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ വേണം. ആൻഡ് ഈ എടുക്കുന്നത് വെക്ടർ DNA ആണ്. ആൻഡ് ഇപ്പുറത്തോ ഇക്കോ കാർബൺ കട്ട്സ് DNA ബിറ്റ്വീൻ ബേസസ് G and A ഓൺലി വെൻ ദ സീക്വൻസ് GATT ഈസ് പ്രസന്റ്. GAATTC എന്ന് പറയുന്ന ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണെങ്കിൽ അത് Gന്റെയും Aന്റെയും ഇടയിൽ വന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളോട് ചോദിക്കും ഇതേതാണെന്നുള്ളത്. അപ്പൊ റെഡ് വെക്ടർ DNA ആണ്, ബ്ലാക്ക് ഫോറിൻ DNA ആണ്. ഇനി കളർ ഇല്ലാതെ ഡയഗ്രാം ക്വസ്റ്റ്യൻ തന്നാലും ഓർത്തോളുക, വെക്ടർ DNAയും ഫോറിൻ DNAയും. ഇക്കോ R1 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ കണ്ടോ, സ്റ്റിക്കി എൻസ് ആണ് ഈ ഫോം ചെയ്തിരിക്കുന്നത്. DNA ഫ്രാഗ്മെന്റ് ജോയിൻ അറ്റ് സ്റ്റിക്കി എൻസ് എവിടെ വെച്ച് ഫോം ചെയ്യുന്നു, എന്താണ് സ്റ്റിക്കി എൻസ് എന്നൊക്കെയാണ് ചോദിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ റീകോംബിനന്റ് DNA. രണ്ടും കൂടെ പിന്നെ DNA ലിഗേസ് വെച്ചിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഫോം ചെയ്യുന്നതിനെ റീകോംബിനന്റ് DNA എന്ന് നമ്മൾ പറയാം. അപ്പൊ സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റീകോംബിനന്റ് DNA ബൈ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഓഫ് ഇക്കോ R1 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇക്കോ R1ൽ
പിന്നെ വരുന്നത് ഇതാണ് ഫോറിൻ DNA, വെക്ടർ DNA. സെയിം റെസ്ട്രിക്ഷൻ എൻസൈം കട്ടിങ് ബോത്ത് ഫോറിൻ DNA ആൻഡ് വെക്ടർ DNA സ്പെസിഫിക് പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യുന്നു. ലിഗേസസ് ജോയിൻ ചെയ്യുന്നു പ്ലാസ്മിഡിലേക്ക് റീകോംബിനന്റ് DNA മോളിക്യൂൾ, എന്നിട്ടോ ട്രാൻസ്ഫോർമേഷൻ നടത്തും ഇക്കോളയിലേക്ക്. ഇതാണ് ക്ലോണിംഗ് ഹോസ്റ്റ്. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സെൽസ് ആയിരിക്കും. അപ്പൊ ഇത് ഈ ഒരു ഓർഡറിങ് ഒന്ന് പഠിച്ചു നോക്കുക. എന്താണ് ഫോറിൻ DNA, വെക്ടർ DNA? വെക്ടർ DNA എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മിഡ് ആണ്. പിന്നെ അഗാറോ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, അഗാറോ ജെൽ മീഡിയത്തിൽ സീവിങ് ഇഫക്റ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സീവിങ് എഫക്റ്റ് വഴി ലാർജസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ആയിരിക്കും, സ്മോളസ്റ്റ് ആയിരിക്കും ഏറ്റവും ദൂരം പോകുന്നത്. അപ്പൊ ആ നാനോമീറ്റർ സൈസ് ഒക്കെ തന്നാൽ ഏറ്റവും കുറവ് സൈസ് ഉള്ളതായിരിക്കും ഏറ്റവും ദൂരത്ത് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതാണ് വെൽസ്. ഇവിടെയാണ് നമ്മൾ DNA എന്ത് ചെയ്യുന്നത്, ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളത് ക്ലോണിംഗ് വെക്ടർ PBR322. ഇത് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്, റെസിസ്റ്റന്റ്, ഈ പറയുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന് നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. ROP എവിടെയാന്ന് ചോദിക്കും. ഇതാണ് ROP റീജിയൻ ചോദിക്കാറുള്ളതാണ്. പിന്നെ അയൺ 3, ക്ലേഡ് 1, ഇക്കോ R1 എന്നുള്ള ഭാഗങ്ങൾ ഓരോന്നും എവിടെ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഇത് PBR322 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ക്ലോണിംഗ് വെക്ടറിന്റെ ഫീച്ചേഴ്സ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ട്, സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ട്. പിന്നെ ആ ഓരോ ഫീച്ചേഴ്സും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ക്ലോണിംഗ് സൈറ്റുകൾ ഉള്ളത് കാര്യം എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ DNA ദാറ്റ് സെപ്പറേറ്റ് ഔട്ട് ക്യാൻ ബി റിമൂവ്ഡ് ബൈ സ്പൂളിംഗ്, അല്ലെ? DNA എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ ഒരു എടുത്ത് വെക്കുന്ന മെത്തേഡിനെ നമ്മൾ സ്പൂളിംഗ് എന്ന് പറയും. അഗാറോ ജെൽ ഇലക്ട്രോഫോറസിസ് DNA എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ എല്യൂഷൻ എന്നുമാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. അതിൽ 3 സ്റ്റെപ്സ് ആണിത്. ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് DNA എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് മെത്തേഡ് ഡീനാച്ചുറേഷൻ ആണ്. പിന്നെ ബ്രേക്ക് ചെയ്യുന്നു, പ്രൈമേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അനീലിംഗിലാണ്. പിന്നെ ഓരോ സ്റ്റാൻഡും എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നതിന് എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഡയഗ്രാം ബൈ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഒന്ന് ഹീറ്റ്, ആദ്യത്തെ ഹീറ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു, DNA പോളിമറൈസ് അല്ലെങ്കിൽ ടാഗ് പോളിമറൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഓർത്ത് വെക്കാം. പിന്നെ എക്സ്റ്റൻഷൻ കഴിഞ്ഞ് 30 സൈക്കിൾ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, 1 ബില്യൺ അല്ലെ 30 സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 ബില്യൺ ടൈംസ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പൊ അതാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും സ്പാർജ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും. അപ്പൊ രണ്ടിന്റെ ഭാഗങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, സ്റ്റെറൈൽ എയർ കൾച്ചർ ബ്രോത്ത് കൊടുക്കുന്നു, സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ, ഇവിടെ ആസിഡ് ബേസ് ഫോർ pH കൺട്രോൾ, ഇവിടെയാണ് മോട്ടർ കൊടുക്കുന്നത്. ഫോം ബ്രേക്കർ എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഇവിടെ കണ്ടോ ഫ്ലാറ്റ് ബ്ലേഡഡ് ആയിട്ടുള്ള ഒരു ഇമ്പല്ലർ കാണാം. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് വെക്കുക. ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും എന്ത് എഴുതണം, സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ. ഇനി ഇതാ തരുന്നെങ്കിലോ സ്പാർജ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ. പിന്നെ ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ് എന്താ ബയോ റിയാക്ടർ എന്നൊക്കെയാണ് ചോദിക്കുക, ആപ്ലിക്കേഷൻസ് ഒക്കെ. ഇവിടെയാണെങ്കിൽ ഗ്യാസ് എന്റർടൈൻമെന്റ്, ഇവിടെ ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ഓക്സിജൻ ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ബബിൾസ് ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് ആണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഈ ഡയഗ്രാംസിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡയഗ്രാം ഉറപ്പായിട്ടും 1, 2, 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയഗ്രാം ബേസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ആൻഡ് ബയോടെക്നോളജിയിൽ PBR322 അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്ലോണിംഗ് വെക്ടർ പഠിക്കുന്നുണ്ട്. ക്ലോണിംഗ് വെക്ടറിന്റെ 3 ഫീച്ചേഴ്സ് എന്താണെന്നും ഡു കമന്റ് ബിലോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും വരാം.